പ്രിയമുള്ളവരെ, വെളുക്കാൻ തേച്ചത് പാണ്ട എന്ന് പറഞ്ഞ മാതിരിയാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. കാരണം നമ്മളെ സെറീനത്താത്ത വന്ന് നമ്മളെ ആറ്റക്കോയ തങ്ങളെ കുറിച്ച് നല്ല ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തന്നില്ലേ. ഇങ്ങനെയും പെണ്ണുങ്ങൾക്ക് പറയാൻ കഴിയും എന്ന് ഒന്ന് ഓർമ്മപ്പെടുത്തി തന്നിക്ക സെറീനത്താത്ത. പക്ഷെങ്കിൽ എന്ന് ബഹുമാനപ്പെട്ട ആറ്റക്കോയ തങ്ങൾക്ക് ഓൺലൈനിലൂടെ മാത്രം കിട്ടിയ പ്രാർത്ഥനകൾ എത്ര ഉണ്ടെന്നറിയോ? തങ്ങൾ പാവാണ്, ആറ്റക്കോയ തങ്ങൾ മജ്‌ലിസ് വിജയിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ചെറുതും വലുതുമായ ഉമ്മമാരും പെങ്ങന്മാരും പ്രായമുള്ളവരും ആളുകൾ എല്ലാവരും ആ ഒരു പാവപ്പെട്ട മനുഷ്യന് വേണ്ടി ഇതാ എന്റെ ഈ പുഞ്ചിരി പോലെ തന്നെയാണ് ആറ്റക്കോയ തങ്ങളെ. നിങ്ങൾ എന്തൊക്കെയാണ് ഇത്താതെ നിങ്ങൾ വിളിച്ചിരുന്നത്? കഴിഞ്ഞ 2 ദിവസം മുന്നേ വിളിച്ചതൊക്കെ ഓർമ്മയുണ്ടോ? അറുപ്പും വെളുപ്പും ഉളവാക്കുന്ന ഒരുപാട് വാക്കുകൾ നിങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ട്. എങ്ങനെ പൊരുത്തപ്പെടിക്കണ്ടേ പിന്നാര ശ്രീനത്ത? വിശുദ്ധമായ റമദാൻ മാസമാണ്, ഇന്ന് 27 രാവാണ്. ഗൾഫിലൊക്കെ ഞാൻ ബഹ്റൈനിൽ നിന്നാണ് സംസാരിക്കുന്നത്. എങ്ങനെ പോയിട്ട് പൊരുത്തപ്പെടിക്കും? നിങ്ങൾക്കറിയോ, ആ ആറ്റക്കോയ തങ്ങളെ വിമർശിച്ച ഒരുപാട് പേരെ ഇപ്പൊ 1-2 ദിവസം കൊണ്ട് എന്നെ ബന്ധപ്പെട്ടു. കാരണം അവരൊക്കെ എന്ന് വെച്ചാൽ പശ്ചാത്തപിച്ചു കൊണ്ടിരിക്കുകയാണ്. സങ്കടങ്ങൾ അവിടെ പോയിട്ട് തുറന്നു പറയാൻ കഴിയാതെ എന്റെ വീഡിയോ കണ്ടിട്ട് എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ട് തങ്ങളുപ്പാപ്പ പാവമാണ്, ഞാൻ ഒരുപാട് വിമർശിച്ചിട്ടുണ്ട്, എന്റെ ഒരു കാരണം കൊണ്ട് നിങ്ങൾ എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറഞ്ഞാൽ അവരെന്നോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരിക. തങ്ങളുപ്പാപ്പക്ക് വേണ്ടിയിട്ട് അവർ ഇതിന് മുമ്പ് 2 വർഷങ്ങൾക്കൊക്കെ മുമ്പ് ഇപ്പതാ യൂട്യൂബിലൊക്കെ ഇന്ന് ഒരു ജ്യേഷ്ഠം കൂടെ എനിക്കൊരു വീഡിയോ അയച്ചത് 2 വർഷം മുമ്പുള്ള വീഡിയോ ഇന്ന് വിട്ടിട്ട് ഇന്നലെ കഴിഞ്ഞതാണെന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞ് വാദിക്കുക. അങ്ങനെ ഞാൻ യൂട്യൂബിൽ എടുത്ത് കാണിച്ചു കൊടുത്തു. അതിന്റെ താഴെ ഉണ്ട് 2 years ago എന്ന്. നമ്മൾ ഓരോ വീഡിയോസ് കാണുമ്പോൾ നമ്മൾ നോക്കണം അത് എന്നത്തെ വീഡിയോ ആണെന്ന്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തങ്ങളുപ്പാപ്പനെ വിമർശിച്ച വീഡിയോസുകൾ ഇന്നത്തേതാണെന്ന് പറഞ്ഞ് പുറത്തിറങ്ങുന്നുണ്ട്. ഇത് അറിയാത്ത പാവപ്പെട്ട സഹോദരിമാർ ഇത് ഇന്നലെ നടന്നായിരിക്കുന്ന വിചാരിക്കുന്നത്. അങ്ങനെ 2 വർഷം മുമ്പ് നടന്ന ഒരു വീഡിയോ, ഒരു സഹോദരൻ ചെയ്ത ഒരു വീഡിയോ ഇന്ന് വേറൊരാൾ എനിക്ക് വിട്ടെന്ന് ആ സഹോദരനെ ഞാനിത് ബന്ധപ്പെട്ട്, ഇത് നിങ്ങൾ ചെയ്ത വീഡിയോ അല്ലേന്ന്. ഇന്ന് ആ സഹോദരൻ എൻ്റെ അടുത്ത് വന്ന് ഞാൻ കരഞ്ഞിട്ടില്ലാന്നേ ഉള്ളൂ. തങ്ങളുപ്പാപ്പ ഇനി വയനാട്ടുകാരനാണ്, ഇനി വയനാട്ടിൽ വരികയാണെങ്കിൽ ഞാൻ എൻ്റെ കുടുംബ സമേതം പോയിട്ട് ആ കാൽക്കൽ വീഴുന്നാ പറയുന്നത്. ഞാൻ വെറുതെ പറയല്ല, ഇന്ന് റമദാൻ മാസമാണ്, കളവ് അറിയേണ്ട ആവശ്യമില്ല, തെളിവ് എൻ്റെ അടുത്തും തരാം. നമ്മൾ എത്താത്ത പറഞ്ഞ വോയിസ് ഒക്കെ നിങ്ങൾ എല്ലാവരും കേട്ടല്ലേ? ഒന്ന് കേട്ടു നോക്കിയേ. ഞാൻ കുറെ മുമ്പ് അവിടെ ഇദ്രിസിനിൽ അഡ്മിറ്റ് ആയിരുന്നു. അതിന്റെ മുമ്പ് എനിക്ക് ഇങ്ങനെ ചെറിയൊരു അസുഖം പോലെ തോന്നിയപ്പോൾ ഞാൻ ആറ്റക്കോയ തങ്ങളുണ്ടല്ലോ, നൂറെ ഹബീബിന്റെ ആ തങ്ങളെടുത്ത് ഞാൻ പോയിരുന്നു. അവിടുന്ന് കുറച്ച് ആൾക്കാരെ നമ്മളെ സെറീനത്താത്ത പറയുന്ന വോയിസ് ആട്ടോ. ഞാനിതിന്റെ മുമ്പ് ആറ്റക്കോയ തങ്ങളെ അടുത്ത് പോയിരുന്നു അങ്ങനെ പരിചയപ്പെട്ടു. അപ്പൊ അവിടെ ഞാൻ ഷിയാബ് എന്ന് പറഞ്ഞൊരു വ്യക്തിനെ ഞാൻ പരിചയപ്പെട്ടിരുന്നു. അങ്ങനെ അവിടെ പോയ സമയത്ത് അവിടെയുള്ള ഷിയാബു എന്ന് പറയുന്ന ഒരു വ്യക്തിയെ അവിടുന്ന് താത്ത പരിചയപ്പെട്ട്. കേൾക്കണം നിങ്ങള്. അവര് എന്റെ ഫോൺ നമ്പറൊക്കെ വാങ്ങി അങ്ങനെ ഞങ്ങളിങ്ങനെ തമാശ കാര്യത്തിലൊക്കെ ഇങ്ങനെ പറയും, ഇങ്ങനെ വിളിക്കുക. ഈ താത്തയാണല്ലോ ഇവിടെ പോയി കഴിഞ്ഞാൽ ആളുകളായിട്ട് ബന്ധപ്പെടാനും പരിചയപ്പെടാനും ഒരു മിടുക്കിയാണ്. അതുകൊണ്ടല്ലേ താത്ത ഇന്നിങ്ങനെ ആയി തീർന്നതും. അല്ലാതെ അവിടെ പോകുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്, അവരൊന്നും ഇങ്ങനെ ആയിട്ടില്ല. അവരൊക്കെ പോയിട്ട് അവരെ വിഷമങ്ങള്, ഈ ജിന്നൊക്കെ പറഞ്ഞാലും ഈ പിശാചി കൂടുക എന്നൊക്കെ പറയുന്ന സത്യമാണ്, യഥാർത്ഥാണ്. അത് ഇല്ലാതാക്കണമെങ്കിൽ അതിനൊരുപാട് ഖുർആൻ മനഃപ്പാടമാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് ഇങ്ങനത്തെ തങ്ങന്മാർക്ക് ഒരുപാട് കഴിവുകളുണ്ട്. എൻ്റെ ഒരു അനിയനുണ്ടായിരുന്നു, അവൻ ഇരട്ട പെറ്റതായിരുന്നു. അപ്പൊ ഞങ്ങളൊക്കെ വീട്ടിൽ ചെറിയ ഒരു വീണാലൊക്കെ കാലിന്റെ മുട്ടൊക്കെ ഒന്ന് മടങ്ങിപ്പോയാൽ എൻ്റെ ഉമ്മ പറയും എൻ്റെ അനിയനെ ഷബീറിനെ വിളിച്ചിട്ട് ഒന്ന് തടവിക്കാള് മോനേന്ന്. അവർക്കുണ്ട് ഒരു കഴിവ്, ഇരട്ട പെറ്റ മക്കൾക്ക് ഒരു കഴിവുണ്ട്. അതേപോലെ തന്നെ തങ്ങന്മാർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കഴിവ് കൊടുത്തിട്ടുണ്ട്. നമുക്കെല്ലാം അറിയാം, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പഠിച്ചവൻ ഒരുപാട് കറാമത്തുകൾ കൊടുത്ത് നമ്മളൊക്കെ പഠിച്ചു പോരുന്നവരാണ്. ഇതൊക്കെ നമുക്കറിയാം, അത് നമ്മൾ വിവരിക്കുന്നില്ല, നമ്മുടെ വിഷയം അതല്ല. പക്ഷെ എങ്കിൽ താത്ത അവിടെ നിന്ന് കേട്ടോളിട്ടോ. നമ്മൾ തളർന്നു കിടക്കുന്ന സമയത്ത് നമുക്കൊരു ആശ്രയല്ലേ നമ്മൾ നോക്കുള്ളൂ. ആ ലെവലിലാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത്. അങ്ങനെ എന്റെ അടുത്തോടെ ഇവര് വന്നു. താത്ത തളർന്നു കിടക്കരുത്, വിഷമിച്ച് എവിടെ ഇല്ലാതെയാണ് താത്ത എവിടെ എത്തിപ്പെട്ടത്? തങ്ങൾപ്പാപ്പന്റെ അടുത്ത് എത്തിയത്. ഇപ്പൊ താത്ത വിചാരിച്ചൊന്നും തങ്ങൾപ്പാപ്പന്റെ അടുത്ത് നടന്നില്ല. അപ്പൊ അവിടെ വന്ന ഒരു ഷിയാബു എന്ന ആളെ പരിചയപ്പെട്ട്, അപ്പൊ അവനായിട്ട് നടന്ന സംഭാഷണം അത്. പൈസ നമുക്ക് വലിക്കാം, അപ്പോ നമുക്ക് ഇഷ്ടംപോലെ തങ്ങളപ്പാപ്പനെ നമുക്ക് ചതിയിൽപ്പെടുത്തിയിട്ട് തങ്ങളപ്പാപ്പനെ കൊണ്ട് പൈസ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പൈസ അവിടുന്ന് കിട്ടും, ഇഷ്ടംപോലെ പൈസ കിട്ടും. നമുക്ക് ഇതിന് പറ്റിയ ഒരാളാക്കി കൊടുക്കോ, നിങ്ങളുടെ അനുജത്തിനെ കിട്ടോ എന്ന് ഈ അവിടുന്ന് പരിചയപ്പെട്ട ആളാണ്, ഒരു അനുജത്തിനെ കൊണ്ട കൊടുക്കുവോന്ന്.
ഞാൻ പറഞ്ഞു മേലെ അത്രയും കാര്യങ്ങളൊന്നും പറയണ്ട, വേറെ ആരെങ്കിലും ഒക്കെ ഉണ്ടോന്ന് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് കേട്ടാ. കേട്ടോ, എന്റെ അഞ്ചത്തിനെ കിട്ടൂല, ഞാൻ വേറെ ആരെങ്കിലും ഒക്കെ ഉണ്ടോന്നോ അവര് കൂട്ടിക്കൊടുക്കുന്ന ആളാണിത്. ഇത് ഇനിയും പറയാൻ പോകുന്നുണ്ടോ, പറയാൻ പോണ കഥ കേട്ടോളി നിങ്ങള്. ഇത് അഞ്ചത്തിന് ഞാൻ തരൂല, പക്ഷെ ഞാൻ വേറെ ആരെങ്കിലും ഉണ്ടോ നോക്കട്ടെ. ഇത്രയും നല്ല ഉളുപ്പുള്ള ഒരു തള്ളയാണ് ഇതെന്നെങ്കിൽ അവിടുന്ന് മുഖത്ത് നോക്കി പറയണ്ടേ ഞാൻ അത്രക്കാരത്തി അല്ല എന്നുള്ളത്. പെണ്ണ് പറയൂല അങ്ങനെ. ഉള്ളത് തന്നെ ഞാൻ പറയും. വേറെ ആരെങ്കിലും ഒക്കെ ഉണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ. ഒരാള് ഗൾഫിൽ നിന്ന് വരാണ്ട്, ഗൾഫിൽ നിന്ന് ഒരു ഗൾഫുകാരത്തി വരാനുണ്ട്, അപ്പൊ അതിനെ ചാക്കിട്ട് പിടിക്കുക. അതിനൊക്കെ താത്തക്ക് നല്ല കയ്യൊക്കെ ഉണ്ട്. എങ്ങനാ അങ്ങനത്തെ ആൾക്കാരൊക്കെ പിടിച്ചെടുക്കാനേ വരാനുണ്ട്. ഞങ്ങൾ കുടുംബക്കാർ തന്നെയാണ്. അവര് വന്നു കഴിഞ്ഞാൽ ഒരു 10-ാം തീയതിയാണ്, ഒരു 10-ാം തീയതി ഞാൻ പറഞ്ഞിട്ടുള്ളത്. 10-ാം കേട്ടോ, ആ ഇത്താത്തയാണെന്ന് ഏറ്റവും കൂടുതൽ മുസ്ലിം വിരോധമുള്ള ഒരു ചാനൽ. എന്ത് ചാനല്? മറുനാടൻ വരുന്ന ഒരു ചാനലാ. ഇന്നെപ്പോലത്തുള്ള ഒരു ഉടായ്പ ചാനലല്ലേ, ഞങ്ങളെപ്പോലുള്ള ചാനലല്ലേ. അവന് എല്ലാ സ്ഥലത്തും ഇതേപോലെ ഓടി നടന്നിട്ട് ഇല്ലാത്ത വിഷയങ്ങൾ മുസ്ലിങ്ങൾക്കെതിരെ ഉണ്ടാക്കിയിട്ട് ആളുകളെ ചതി കുടുക്കിയിട്ട് ആളുകൾ നമുക്കൊരു നേരം പോക്കാണ് ഇതൊക്കെ ഇങ്ങനെ കണ്ടു രസിക്കാന്. നാട്ടിലെ നല്ല ചാനൽ, കേരളത്തിൽ ഇഷ്ടം പോലെ ചാനലുകൾ ഉണ്ട് അല്ലെ, അറിയപ്പെടുന്ന ചാനലുകൾ. ഏതെങ്കിലും ഒരു ചാനലില് ഈ ബഹുമാനപ്പെട്ട തങ്ങളെ കുറിച്ച് ഈ വിഷയം വന്നിട്ടുണ്ടോ? വരൂല. തങ്ങൾ ഇനിയിപ്പോ ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാല് ഈ തള്ളക്ക് തങ്ങളൊന്ന് സ്റ്റേഷനിൽ വരെ കൊണ്ടുപോകാനോ 2 ദിവസം ഒന്ന് അറസ്റ്റ് ചെയ്യാനോ ഒക്കെ കഴിയും. ഏത് പെണ്ണെ വിചാരിച്ചു കഴിഞ്ഞാൽ ആരെയും ചെയ്യിപ്പിക്കാൻ കഴിയും. എന്റെ താത്തേ, റമദാൻ മാസമാണ് താത്തേ, അങ്ങനത്തെ ഒന്നും നിൽക്കല്ലേ നിങ്ങൾ. നമ്മൾ പറഞ്ഞു തരിക നല്ല നിലക്ക്, ഒരാങ്ങൾ എന്ന നിലക്ക് ഞാൻ പറഞ്ഞുതരാം. താത്ത അതിനൊന്നും പോവല്ല. നിങ്ങളെ പുറകെ ഒരുപാട് ആൾക്കാരുണ്ട്, ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ തങ്ങളായിട്ട് ബന്ധമില്ലാത്ത ആളാണ്. പക്ഷെങ്കിൽ നിങ്ങൾ ഇതെല്ലാം കണ്ടിട്ട് ഒരു പാവപ്പെട്ട മനുഷ്യൻ, അദ്ദേഹത്തിന്റെ മുഖത്തുനിന്ന് വരുന്ന ഒരു പുഞ്ചിരി ഉണ്ടല്ലോ, നിങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അള്ളാഹു അവർക്ക് ഹൈറ് കൊടുക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കാണ്. വിഷമം കൊണ്ട് പറയുന്നുണ്ട്, തങ്ങൾ പറയുന്നുണ്ട് ഞാൻ സ്റ്റേഷനിൽ പോകും, തിങ്കളാഴ്ച കേസ് കൊടുക്കും. ഇത് കൊടുത്തോ? തങ്ങൾ കൊടുക്കുന്നില്ല. തങ്ങൾ ഇന്നലത്തെ ഒരു സദസ്സിൽ വെച്ചിട്ട് തങ്ങളെ സദസ്സിലുള്ള ആൾക്കാരോട് ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത് നിങ്ങൾ പറയുന്നു. തങ്ങൾ ചോദിക്കുകയാണ്, തങ്ങൾക്ക് എടുക്കാൻ പറ്റിയൊരു തീരുമാനം തങ്ങളെ ബാക്കിയുള്ള ആളുകൾക്ക് വിട്ടുകൊടുത്തിട്ട് ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്? അതും അവിടെ തങ്ങൾക്ക് ഒളിച്ചു കളിക്കേണ്ട ആവശ്യമില്ല, എല്ലാം തുറന്ന മനസ്സാണ്. പിന്നെ ഒരു പെണ്ണിനെ കാണാനൊക്കെ തങ്ങള് അവിടെ സമയം ചെലവഴിക്കുന്നത് വെറും 5-6 സെക്കൻഡ് മാത്രമാണ്. ഒന്ന് കണ്ണ് ചുമ്മി തുറങ്ങുമ്പോൾ നിങ്ങളുടെ വിഷയം എന്താ ഞങ്ങൾക്കത് മനസ്സിലായി, ഇന്ന് ചെയ്തോളി. നിങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, പോയിക്കോളി, കഴിഞ്ഞ്. ഞങ്ങൾ എത്തി ഇരുന്നിട്ട് മണിക്കൂറുകളോളം മിനിറ്റുകളോടൊന്നും തങ്ങൾ ആരോടും സംസാരിക്കാനേ നിൽക്കുന്നില്ല. ഒരുപാട് തങ്ങന്മാരെയും നമ്മളെ ഡോക്ടർമാരെടുത്ത് പോയി കഴിഞ്ഞാൽ അവിടെ പല തരത്തിലുള്ള ഡോക്ടർമാരും ഉണ്ടാവും, അനുഭവങ്ങൾ ഉണ്ടാവും. അതൊക്കെ തുറന്ന് പെണ്ണുങ്ങൾ പറയുകയാണെങ്കിൽ ഇന്ന് കേരളം എന്നല്ല ലോകം മൊത്തം കുട്ടിച്ചോറായി പോവും. ആ വിഷയത്തിലേക്കൊന്നും പോകണ്ട. തങ്ങളെ വഴിക്ക് പോട്ടെ, ഇത്താത്തന്റെ വഴിക്കും പോയിക്കോളി. പെരുന്നാളൊക്കെ സുഖമായിട്ട് കഴിക്കുക. ഓക്കെ, മനസ്സിലാക്കി കളിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ലതാണ്. ഇത്താത്തക്കാണെങ്കിലും മറുനാടനാണെങ്കിലും എല്ലാവർക്കും. ഇനി വേഗം പോയിട്ട് തങ്ങളെത്തി പോയിട്ട് ഒരു കുപ്പി തേന് അങ്ങോട്ട് മാപ്പ് പറഞ്ഞിട്ട് ഒരു കുപ്പി തേന് വാങ്ങി നിങ്ങളും കുടിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ മറുനാടിന് ഒന്ന് കൊടുക്കുക.